സെലൻസ്കിയെ ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചു. ഇങ്ങനെയാണ് ഇപ്പോൾ യൂറോപ്പിൽ മുഴുവൻ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെലൻസ്കി ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് വന്നിരുന്നു. ഭക്ഷണവും വെള്ളവും പോലും കൊടുക്കാതെ സെലൻസ്കിയെ ശകാരിച്ച് ഡൊണാൾഡ് ട്രംപ് പുറത്തേക്ക് വിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതേസമയം കേരളത്തിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരെല്ലാം പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ സെലൻസ്കി തറ പറ്റിച്ചു എന്നാണ്. ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ നിന്ന് ഇത്ര ഒരു ശൗര്യത്തോടുകൂടി സംസാരിക്കാൻ ആർക്കാണ് ധൈര്യം വരിക? അത് സെലൻസ്കിക്ക് മാത്രമേ ആ ധൈര്യമുള്ളൂ എന്നാണ് കേരളത്തിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ പറയുന്നത്. അവരുടെ പാരലൽ വേൾഡിൽ അവർ ജീവിച്ചു കൊള്ളട്ടെ. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സെലൻസ്കിയെ വളരെ വലിയ രീതിയിൽ ശകാരിച്ച് പുറത്തേക്ക് വിട്ടതിനു ശേഷം സെലൻസ്കി ജലപാനം കഴിക്കാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയ ശേഷം നേരെ പോയത് ബ്രിട്ടനിലോട്ടാണ്. ബ്രിട്ടനിൽ സെലൻസ്കി പോയത് കൈനീട്ടി പണം യാചിക്കാനാണ്. 20,000 കോടി രൂപ അവിടെ നിന്ന് വായ്പയൊക്കെ കിട്ടിയ ശേഷം സെലൻസ്കിക്ക് വേണ്ട സകല പിന്തുണയും കൊടുക്കുമെന്ന് ബ്രിട്ടനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാറ്റോ യഥാർത്ഥത്തിൽ അമേരിക്ക ഇല്ലാതെ നാറ്റോ അല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം നാറ്റോയുടെ പകുതിയിലേറെ ഫണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നാറ്റോയുടെ തലവൻ സെലൻസ്കിയോട് വളരെ മര്യാദയ്ക്ക് ഇതിനുശേഷം പറഞ്ഞത് ട്രംപിനെ പിണക്കരുത്, ട്രംപുമായി നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. എന്നാൽ സെലൻസ്കി ഇത് കേൾക്കാതെ പല രാജ്യങ്ങളിലായി ഇപ്പോൾ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് വ്ളാഡിമിർ സെലൻസ്കിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് ഇനി ഞങ്ങൾ അമേരിക്കയ്ക്ക് എണ്ണ തരില്ല, എണ്ണ വിതരണം പൂർണ്ണമായി ഞങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് നോർവീജിയൻ കമ്പനി രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് സ്ഥാനമൊഴിയുന്നത് വരെ ഒരു തുള്ളി ഇന്ധനം പോലും US-ന് ഇനി ഞങ്ങൾ തരില്ല, നൽകേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഹാൾട്ട്ബർഗ് ബങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. ഇത് ഒരു വലിയൊരു ട്രെൻഡായി മാറ്റണമെന്നും അമേരിക്കയ്ക്ക് പല കമ്പനികളും കൊടുക്കുന്ന പല കാര്യങ്ങളും, അത് എണ്ണ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും വസ്തുക്കളായിക്കോട്ടെ, എല്ലാം തന്നെ അമേരിക്കയെ നമ്മൾ അങ്ങോട്ട് ഉപരോധിക്കണം എന്ന് പറഞ്ഞ് പല ആൾക്കാരും രംഗത്തെത്തുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട ഷോയാണ് ലൈവായി ടെലിവിഷനിലൂടെ കണ്ടത്. അമേരിക്കയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് അതിന് നേതൃത്വം നൽകി. ഇത്രയേറെ പ്രകോപനപരമായ സമീപനത്തിലും സംയമനം കൈവിടാതെ അന്തസ്സ് പണയം വയ്ക്കാതെ നിലകൊണ്ട് യുക്രൈൻ പ്രസിഡന്റിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ഞങ്ങളുടെ അഭിവാദ്യം രേഖപ്പെടുത്തുന്നു. കൺമുന്നിൽ കണ്ട ഈ അനീതിയോട് പ്രതികരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. നോർവേയിലെ US സൈന്യത്തിന് നൽകി വരുന്ന ഇന്ധനം അടിയന്തരമായി നിർത്തിവെക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്ന കാലം വരെ നോർവേ തീരത്ത് ഇവിടെ നിന്നും US സൈന്യത്തിന് ഒരു തുള്ളി ഇന്ധനം പോലും നൽകില്ല എന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. യൂറോപ്പിലുള്ളവരെല്ലാം തങ്ങളുടെ പാത പിന്തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും ഈ കമ്പനി പറയുന്നു. എന്തായാലും യൂറോപ്പ് അമേരിക്കയുമായി ഉടക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ പല ആൾക്കാരും കാണുന്നത്. അതിനിടയിലാണ് നാറ്റോ തലവൻ സെലൻസ്കിയോട് ഉപദേശിച്ചിരിക്കുന്നത് ദയവ് ചെയ്ത് ട്രംപിനെ പിണക്കരുത് എന്നുള്ളത്. കാരണം അമേരിക്കയില്ലെങ്കിൽ നാറ്റോ ഇല്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.